ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ, പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. ഭാരതശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറ്റുമാനൂർ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യ, പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശി ഷൈനി, പെൺമക്കളായ അലീന, ഇവാന എന്നിവരുടെ ആത്മഹത്യയിൽ ഷൈനിയുടെ ഭർത്താവായ തൊടുപുഴ സ്വദേശി പ്രതി നോബി ലൂക്കസിൻ്റെ ജാമ്യാപേക്ഷ തള്ളി. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് നോബിയുടെ ഹർജി തള്ളിയതോടെ നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തായ്ലാൻഡ്, മ്യാൻമാർ ജോലി തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെത്തിയ ഇന്ത്യക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച CBI. തിരികെത്തിയ ഇന്ത്യക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് വിവരങ്ങൾ തേടി. ഇവരുടെ കൈവശമുള്ള രേഖകളടക്കം പരിശോധിച്ച് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെ അതാത് സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചയച്ചത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ CBI എടുത്ത കേസിലാണ് നടപടി. കഴിഞ്ഞ വർഷം തിരികെ എത്തിയ ഇന്ത്യക്കാരിൽ ചിലർ സൈബർ കേസുകളിൽ പിന്നീട് അറസ്റ്റിലായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് CBIയും പരിശോധന കർശനമാക്കുന്നത്. തായ്ലൻഡ് അതിർത്തിയിൽ വഴി ഇന്ത്യക്കാരെ മ്യാൻമാറിലെത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സൈബർ തട്ടിപ്പിന് കേന്ദ്രങ്ങളുടെ ഇരയായവർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കോട്ടയം ജില്ലയിൽപ്പെട്ട തൊഴിൽ രഹിതരായ 18നും 45നും ഇടയിൽ പ്രായമുള്ള യുവതികൾക്കായി സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. ഈ മാസം 28 മുതൽ ആരംഭിക്കുന്ന വിമൻസ് ടൈലറിംഗ് എന്ന കോഴ്സിലേക്കാണ് സൗജന്യമായി പരിശീലനം നൽകുന്നത്. ഒപ്പം ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. താൽപ്പര്യമുള്ള രജിസ്റ്റർ ചെയ്യുന്നതിനായി 048123033307 അല്ലെങ്കിൽ 2303306 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കോളേജ് വിദ്യാർത്ഥികളുമായി ട്രിപ്പ് പോയ ടൂറിസ്റ്റ് ബസ്സിലെ പരിശോധന. കൊല്ലത്ത് കഞ്ചാവുമായി 3 വിദ്യാർത്ഥികൾ പിടിയിൽ. കൊല്ലത്ത് വിനോദയാത്ര പോയ ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് കഞ്ചാവുമായി വിദ്യാർത്ഥികളെ പിടികൂടി. നഗരത്തിൽ കോളേജിൽ നിന്ന് വയനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ട സംഘത്തിലെ 3 പേരെയാണ് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ബിരുദ വിദ്യാർത്ഥികളാണ് പിടിയിലായവർ. നീരാവിൽ സ്വദേശിയായ ശബരിനാഥ്, ആരോമൽ, പെരുമൺ സ്വദേശി സിദ്ധി എന്നിവരാണ് പ്രതികൾ. 48 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. പ്രതികളിൽ ഒരാളെ മുമ്പും കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം പുനലൂരിൽ കഞ്ചാവ് വേട്ടയ്ക്കിടെ പോലീസുകാർക്ക് നേരെ ആക്രമണം. വിൽപ്പനയ്ക്കെത്തിച്ച 2 കിലോ കഞ്ചാവ് പിടികൂടുന്നതിനിടെയാണ് റൂറൽ ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് ഉൾപ്പെടെയുള്ള പോലീസുകാരെ ഒരാൾ ആക്രമിച്ചത്. പോലീസിൻ്റെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പുനലൂർ സ്വദേശി സജീവിനെ പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് കേസിൽ സിബിനേഷ്, വിഷ്ണു എന്നിവരെയും പോലീസ് പിടികൂടി. കഞ്ചാവ് എത്തിച്ച സംഘവും പോലീസിനെ ആക്രമിച്ച പ്രതിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടിക്കാഴ്ച ഇന്ന്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ ഇന്ന് ഡൽഹി കേരള ഹൗസിൽ രാവിലെ 9 മണിക്കാണ് കൂടിക്കാഴ്ച. കേരളത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളും നികുതി വിഹിതവുമൊക്കെ ചർച്ചയാകും. വയനാടിന് അനുവദിച്ച വായ്പയുടെ വിനിയോഗ കാലാവധി കൂട്ടുന്ന അടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. ആശാവൽക്കർമാരുടെ വിഷയം ചർച്ചയാകുമോ എന്ന് വ്യക്തമല്ല. ധനമന്ത്രിക്കൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണം. പള്ളിയുടെ വാതിൽ തകർത്ത് 1.83 ലക്ഷം രൂപ മോഷ്ടിച്ച കേസിൽ പ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. തലയോലപ്പറമ്പ് സെൻറ്റ് ജോർജ് പള്ളിയിലെ വാതിലിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി 1.83 ലക്ഷം രൂപ മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി വെള്ളത്തുവൽ 200 ഏക്കർ ഭാഗത്ത് ചക്കിയാങ്കൽ വീട്ടിൽ പത്മനാഭൻ 64 വയസ്സ് എന്നയാളെയാണ് തലയോലപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തലയോലപ്പറമ്പ് സെൻറ്റ് ജോർജ് പള്ളിയിൽ ഫെബ്രുവരി 10-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇയാൾ പുലർച്ചെ പള്ളിയുടെ വാതിലിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി മുറിയിലുണ്ടായിരുന്ന അലമാരിയുടെ പൂട്ടും പൊളിച്ച് അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1,83,000 രൂപ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു. പരാതിയെ തുടർന്ന് തലയോലപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് IPSൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് വൈക്കം DYSP സിബിച്ചൻ ജോസഫിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ശാസ്ത്രീയമായ പരിശോധനയിൽ മോഷ്ടാവിനെ തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇയാളെ തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ നിന്നും പിടികൂടുകയുമായിരുന്നു. സ്ഥിരം മോഷ്ടാവായ ഇയാൾ പലവിധ സിം കാർഡുകൾ മാറിയാണ് ഉപയോഗിച്ചിരുന്നത്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഇയാൾ വടക്കഞ്ചേരിയിലുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും അവിടുത്തെ ഓർത്തഡോക്സ് ചർച്ചിൽ മോഷണം നടത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം
ഇയാൾ മോഷണം നടത്താൻ എത്തിയ സമയം സാഹസികമായി പിടികൂടുകയുമായിരുന്നു. ഇയാളുടെ ബാഗിൽ നിന്നും കടാരിയും വാതിലിൻ്റെയും ജനലിൻ്റെയും പൂട്ട് പൊളിക്കുന്ന പ്രത്യേക ഉരുമ്പ് ഉപകരണങ്ങളും പെപ്പർ സ്പ്രേയും വിവിധ തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവറുകളും കണ്ടെടുക്കുകയും ചെയ്തു. തലയോലപ്പുറം സ്റ്റേഷൻ എസ് ഐ ജയകുമാർ, CPOമാരായ മനീഷ്, ബിനു PM എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പത്മനാഭൻ, പോത്താനിക്കാട്, കുന്നംകുളം, മണ്ണുത്തി, മുരിക്കാശ്ശേരി, കഞ്ഞാർ എന്നീ സ്റ്റേഷനുകളിലെ മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ.